ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് പറയാമോ? ഞാനാണെങ്കിലേ 4th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഓക്കെ പോയിന്റിലോട്ട് വരാം. എനിക്കൊരു കസിൻ ബ്രദർ ഉണ്ട്. അവന് ഞാനിവിടെ കണ്ണിന് കണ്ട അപ്പടി വരും. എപ്പോൾ കാണുന്ന അപ്പടിയാണ്. അപ്പോൾ തമ്മിൽ പാരയും വെക്കും. ഞങ്ങളെ ട്യൂഷൻ ഒരു ട്യൂഷൻ അപ്പോൾ ഞാനും ചേട്ടനും ചെറുതിലെ ഭയങ്കര സ്നേഹമാണ്. ഇപ്പം വലിയ സ്നേഹമൊന്നും അങ്ങനെ കാണിക്കലില്ല. അപ്പം ഞങ്ങളിങ്ങനെ ചെറുതായി എന്തെങ്കിലുമൊക്കെ സമയം പോകണമല്ലോ, അങ്ങനെ കളിക്കും. അങ്ങനെ കളിക്കാൻ നേരത്ത് ഇവൻ എന്നോട് പറഞ്ഞു ഒളിച്ച് കളിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലമാരിലിരിക്കുക, കണ്ടുപിടിക്കൂ, നീ ചെറുതായിട്ട് അടയ്ക്കുമായിരിക്കും, നീ ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ അലമാരിൽ കയറിയിട്ട് ഇരുന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇവൻ അതിലുണ്ട് എന്ന്. അപ്പം ഞാൻ ഇവനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡോറങ്ങ് അടച്ചു. അലമാരീൻ്റെ ഡോറടച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തുറക്കാൻ പറ്റുന്നില്ല. അതിന് താക്കോൽ എൻ്റെ കയ്യിലില്ലല്ലോ. അപ്പോൾ എനിക്ക് ടെൻഷനായി. ഇവൻ പറയുന്നുണ്ട് തുറക്ക് നീ എന്നെ കണ്ടുപിടിച്ചില്ലേ പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറേ നോക്കുന്നുണ്ട്, തുറക്കാൻ പറ്റുന്നില്ല. അവസാനം അമ്മ വരുന്ന സമയം. അപ്പോൾ ഈ ചെക്കൻ വേർക്കാനൊക്കെ തുടങ്ങി. ഞാൻ വെച്ച് ചത്തുപോകുള്ളിൽ എന്നിട്ട് ഞാൻ അമ്മയൊക്കെ വന്നപ്പോഴത്തേക്കും നീ എന്താ ചെയ്തത്, അവനെവിടെ? എന്നിട്ട് ഞാൻ അഭിനയിച്ചു, ഞാൻ കണ്ടില്ലല്ലോ ഞാൻ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പേടിച്ചിട്ട് അമ്മേനോട് ചെന്ന് പറഞ്ഞു, അമ്മ ചെറിയൊരു അബദ്ധം പറ്റി, ഞാൻ അവനെ അലമാരിലിട്ട് പൂട്ടി പറഞ്ഞു. എന്നിട്ട് അവസാനം അച്ഛനൊക്കെ വന്നിട്ട് അച്ഛനോട് എനിക്ക് അച്ഛനെന്നെ അടിക്കുമെന്ന് നല്ല പേടിയൊക്കെ, അച്ഛനെ ഭയങ്കര പേടിയാണ്. അവസാനം തല്ലി പൊളിച്ച് തുറന്നപ്പോഴത്തേക്കും ചെക്കൻ വിയർത്ത് ഞാൻ അമ്മേനോട് പറഞ്ഞു ചത്തുപോയെന്ന് നീ എന്നാ കാണിച്ചതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവനെ ഉപദ്രവിക്കലായിരുന്നു എൻ്റെ ഒരു മെയിൻ പരിപാടി. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ. എനിക്കൊരു ചേട്ടനുള്ളത്. അപ്പോൾ ചേട്ടൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എൻ്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ്റെ ടൈമിൽ ഒന്ന് കട്ട് ചെയ്ത് അപ്പോൾ ആ സമയത്ത് നമ്മൾ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണല്ലോ. അപ്പോൾ ആ ടൈമിൽ ഫോട്ടോസൊക്കെ എടുക്കും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോയിൽ ഇങ്ങനെ റെഡി ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കില്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഫേസിലൊരു പാട് വന്ന് എങ്ങനെ ഇരിക്കും, നല്ല അടിപൊളിയായി റെഡി ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ അതേപോലെ എൻ്റെ ചേട്ടൻ ഒരു 1 വീക്ക് ഗ്യാപ്പുള്ളൊരു ടൈം എന്ന് വെച്ചാൽ ഒരാഴ്ച എന്തോ ഉള്ളൂ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ്റെ ഇടയിൽ. അപ്പോൾ സേഫ്റ്റി പിന്നില്ലേ അതെടുത്തിട്ട് എന്തോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വഴക്കായത് എന്താണെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. കാരണം ഈ ഇളയ പിള്ളേരൊക്കെ വീട്ടിലെ ചെറിയ പിള്ളേരൊക്കെ ഭയങ്കര പാവമായിരിക്കും എന്ന് പറയില്ല, അതേപോലെ ഒരു പാവം കുട്ടിയായിരുന്നു ഞാൻ. നീ ഒന്നും പണയണ്ട. ആ ടൈമിൽ സേഫ്റ്റി പിന്നെടുത്തിട്ട് പഴുപ്പിച്ചു. അതെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് ആ പാടുണ്ട്. എൻ്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിൻ്റെ ഫോട്ടോയിൽ ഇപ്പോഴും ആ പാട് ഇവിടെ കിടക്കുന്നുണ്ട്. എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറി കുറച്ച് സ്വീറ്റും കുരുത്തക്കേടും എന്നാൽ ഇച്ചിരി ടെററുമായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഈ കുഞ്ഞിലൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇപ്പം അങ്ങനെയൊന്നുമില്ല, പക്ഷെ പണ്ടെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലും കഴുത്തിലൊക്കെ മാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ സ്കൂളിൽ വിടാം. അപ്പം എന്നെ അങ്ങനെ LKG-ലൊക്കെ അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു ക്ലാസ് പഠിപ്പിക്കുന്ന കുട്ടി പറഞ്ഞു, നമ്മൾ എന്ത് മണ്ണിൽ കുഴിച്ചിട്ടാലും അത് വളർന്നു വരും, വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വളർന്നു വരുന്നു. അപ്പം നമ്മൾ കുട്ടികളാണല്ലോ, അത്ര ചിന്തിച്ചിട്ടൊന്നുമില്ല. ഞാൻ അന്നുമായിട്ട് വീട്ടിൽ വന്നു, നോർമലി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ എൻ്റെ കയ്യിൽ സാധനങ്ങളൊന്നും ഇല്ല. ഒരു ചെയിനും ഒരു മാലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എൻ്റെ കഴുത്തിലില്ല. അപ്പോൾ വീട്ടുകാരൊക്കെ ഭയങ്കര പാനിക്കായി, ഉറക്കത്തിൽ നിന്ന് എൻ്റെ കുഞ്ഞല്ലേ, അപ്പോൾ എവിടെ എന്താന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവരെന്നെ ഇങ്ങനെ ചോദിച്ചു, മോനെ എന്താ എവിടെ ഇതൊക്കെ എവിടെ കൊണ്ടുവച്ചു? അപ്പോൾ ഞാനൊന്നും മിണ്ടാതെ കുറേ നേരം സൈലൻ്റ് ആയിരുന്നു. പിന്നെയാണ് ഞാനിങ്ങനെ അമ്മമ്മ എന്നിങ്ങനെ അടുത്ത് പിടിച്ചിട്ട് വെച്ചു, മോനെ എന്തേ ഇത് എവിടെ കൊണ്ട് വെച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ട്, നാളെ വളർന്നു വരുന്നു. അത് പറഞ്ഞിട്ട് ഫസ്റ്റ് എൻ്റെ അമ്മേനെ ആദ്യം അടിച്ചത് അതിനാ. എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറി പറയണത് എൻ്റെ വാപ്പ എന്നെ ആദ്യമായിട്ട് അടിച്ചതാണ്, നിസ്കരിക്കാത്തതിന്. ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലിപ്പൊളി വിറ്റുകളും അടിക്കും. കളിക്കാൻ പോകുമ്പോൾ ഉമ്മ പറയും 6 മണിയാകുമ്പോൾ വരണമെന്ന്. 6 മണി കഴിഞ്ഞാൽ ഉമ്മ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടാവും വടി മുടിച്ചിട്ട്. അത് സീനാണ്. എന്നും നേരം ഒഴുകിയിട്ട് വരും, എന്നും കിട്ടും, നന്നാവില്ല. അടിപൊളി കോമഡി സംഭവം ഉത്സവത്തിന് പോയപ്പോൾ നടന്ന സംഭവം. കോമഡി എന്ന് പറഞ്ഞാൽ പക്ക കോമഡി. എൻ്റെ ഇത് ഒരു നാട്ടുമ്പുറാണ്. കിഴക്കേപ്പാടം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഒരു ഗ്രാമം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അവിടെ നാട്ടുമ്പുറം എന്ന് പറഞ്ഞാൽ വയൽ, കുളം, അങ്ങനത്തെ പരിപാടി ചെയ്യാം. കിഴക്കേപ്പാടം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആ ഗ്രാമത്തിൽ. അപ്പം നമ്മുടെ മേജർ സമയം കളയാന്ന് പറയുന്നത് കുളത്തിൽ പോവുക, കുളിക്കുക, പിള്ളേരായിട്ട് കുറേ പിള്ളേരുണ്ടായിരിക്കും. അപ്പോൾ സെയിം ഏജ്, അപ്പോൾ ഒരു ടീനേജ് ആ ഒരു പ്രായത്തിൽ അവിടെ ഹിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ, ഹീറോ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡോൾഫിൻ ചാട്ടമില്ലേ, ഇങ്ങനെയുള്ള ആ ചാട്ടം. അപ്പോൾ എൻ്റെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളമുണ്ട്, അത് ഒരു റോഡിൻ്റെ ഇതിലാണ്, ടാറിട്ട റോഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇങ്ങേപ്പുറം വന്ന് നിൽക്കും റോഡിൻ്റെ.
എന്നിട്ട് ഇവിടെ നിന്ന് ഓടി പോയിട്ട് ഒരു തിണ്ടുണ്ട്, ആ തിണ്ടിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചാടി കയറി അവിടെ നിന്ന് ആണ് ഈ കുളത്തിലേക്ക് ചാടുന്നത്. അപ്പോൾ ഏറ്റവും ഹൈറ്റിൽ ചാടി വെള്ളത്തിലേക്ക് പോകുന്ന ആളാണ് അടിപൊളി. അപ്പോൾ പിള്ളേർ അത് കാണാൻ വേണ്ടിയിട്ട് കരക്കിൽ ഇങ്ങനെ ആ തിണ്ടിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ഇങ്ങനെ ചാടുന്നത് കണ്ടുകൊണ്ടിരിക്കും. അപ്പം പിള്ളേരൊക്കെ ഇങ്ങനെ നോക്കി വെക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരായിട്ട് വഴിക്ക് വന്നിട്ട് ഇങ്ങനെ ചാടും. അപ്പം അങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരൻ സൈഡിൽ ഇരിക്കുന്നുണ്ട്, എല്ലാവരും ഇരിക്കുന്നുണ്ട്. എൻ്റെ ഊഴവും വന്ന് ചാടാനുള്ള ഞാൻ നേരെ സ്റ്റെപ്പൊക്കെ ഇട്ട് നേരെ പാഞ്ഞു വന്ന് ഇതുമ്മ ചാടി പൊന്തറ വഴി നമ്മൾ സാധാരണ തോർത്തുകൊണ്ട് ചുറ്റി ഈ സൈഡിലാണല്ലോ കുത്തി വയ്ക്കുക. ഈ നാറി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ സൈഡ് പിടിച്ചൊരു വലിയ വലി. ഞാൻ നേരെ ഡൈവ് ചെയ്തിരുന്നത് ആ ലെവലിലാണ്. കംപ്ലീറ്റ് പെമ്പിള്ളേരെ അവിടെ നിന്ന് കണ്ടു. പിന്നെ അവർ പോകുന്നവരെ ഈ വെള്ളത്തിൽ നിന്ന് കയറാൻ പറ്റിയില്ല.